എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പ്രകൃതിയിലാണ് അല്ലേ? പ്രകൃതിയിലെ വിവിധ ഭാവമാറ്റങ്ങൾക്കനുസരിച്ചാണ് അല്ലേ നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതെ, നിങ്ങൾക്ക് പ്രകൃതിയിലെ എന്തൊക്കെ മാറ്റങ്ങൾ അറിയാൻ പറ്റും? അതെ, എന്തൊക്കെയാണവ? പുലരി, സന്ധ്യ, രാത്രി എന്നിങ്ങനെയാണ് അല്ലേ പ്രകൃതിയിലെ മാറ്റങ്ങൾ വരുന്നത്. അതെ, ഈ പ്രകൃതിയിലെ മാറ്റങ്ങളെ നിങ്ങൾ ആസ്വദിക്കാറുണ്ടോ? നമ്മൾ മഴ വരുമ്പോൾ ആസ്വദിക്കാറുണ്ടല്ലേ, അല്ലെങ്കിൽ മഞ്ഞ് വരുമ്പോൾ ആസ്വദിക്കാറുണ്ടല്ലേ? അതുപോലെ പുലരിയും സന്ധ്യയും രാത്രിയും എല്ലാം നമ്മൾ ആസ്വദിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതും ഇതുപോലെ തന്നെ പ്രകൃതി വിഷയമായി വരുന്ന ഒരു കവിതയാണ്. ഏതാണ് ആ കവിത? അതെ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സൗന്ദര്യലഹരി എന്ന കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? നമ്മൾ കുഞ്ഞുനാൾ മുതൽ പഠിച്ചു വരുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിതകളൊക്കെ ഉണ്ടല്ലേ? അപ്പൊ ചങ്ങമ്പുഴയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അറിയാം അല്ലേ? അപ്പം നമുക്ക് ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കണം. അതിന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചേർത്ത് വെച്ച് വേണം ഈ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാൻ. അതോടൊപ്പം തന്നെ ഞാൻ ചില സൂചനകളും കൂടെ ഇതിനോടൊപ്പം തരാം. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേൾക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹം ജനിക്കുന്നത് 1911 എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് സങ്കല്പകാന്തി, യവനിക, ബാഷ്പാഞ്ജലി, രമണൻ, പാടുന്ന പിശാച്, സ്പന്ദിക്കുന്ന അസ്ഥിമാനം എന്നിവയാണ്. അദ്ദേഹം മരിക്കുന്നത് 1948. എല്ലാവർക്കും സൂചനകൾ കിട്ടിയില്ലേ? ഇനി എല്ലാവരും തയ്യാറാക്കുവോ ഒരു ജീവചരിത്രക്കുറിപ്പ്? എന്നാ എല്ലാവരും വേഗം ഒന്ന് തയ്യാറാക്കിക്കേ. ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ആ ജീവചരിത്രക്കുറിപ്പൊന്ന് വായിക്കാം. മലയാള കാൽപ്പനിക പ്രസ്ഥാനത്തിലെ പ്രമുഖനായ കവിയും എഴുത്തുകാരനുമായിരുന്നു ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അദ്ദേഹം ജനിക്കുന്നത് 1911 എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിലാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ബാഷ്പാഞ്ജലി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്ത ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ള സൗന്ദര്യലഹരി എന്ന കവിത. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റ് പ്രധാന കൃതികളാണ് സ്പന്ദിക്കുന്ന അസ്ഥിമാടം, പാടുന്ന പിശാച്, യവനിക, കളിത്തോഴി, സങ്കല്പകാന്തി തുടങ്ങിയവ. അപ്പം എല്ലാവർക്കും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചുമൊക്കെ മനസ്സിലായി അല്ലേ? ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനും എല്ലാവരും പഠിച്ചു. ഇനി നമുക്ക് ചങ്ങമ്പുഴയുടെ സൗന്ദര്യലഹരി എന്ന കവിത പഠിക്കാം. ആട്ടെ, ഏത് സമാഹാരത്തിൽ നിന്നെടുത്തതാണ് സൗന്ദര്യലഹരി എന്ന കവിത? അതെ, ബാഷ്പാഞ്ജലി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തതാണ് സൗന്ദര്യലഹരി. ഇനി നമുക്ക് ആ കവിതയൊന്ന് വായിക്കാം, പഠിക്കാം അതോടൊപ്പം. സൗന്ദര്യലഹരി. പച്ചിലച്ചാർത്തിൻ പഴുതിങ്കലൂടതാ കാൺമു പശ്ചിമാംബരത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ. ഇത്തരം സൗന്ദര്യം ഞാൻ നുകരാൻ തുടങ്ങിയിട്ട് എത്ര കാലമാ, എന്നാൽ ഇനിയും തീർന്നില്ലല്ലോ. അതായത് പച്ചിലക്കൂട്ടത്തിനിടയിലൂടെ പടിഞ്ഞാറൻ ദിക്കിലെ പനിനീർ പൂന്തോട്ടങ്ങൾ കാണാമെന്ന് കവി പറയുകയാണ്. ഇത്തരം സൗന്ദര്യം നുകരാൻ തുടങ്ങിയിട്ട്, അതായത് ഈ സൗന്ദര്യം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളായിട്ടും അതിനുള്ള ആഗ്രഹം ഇനിയും തീർന്നിട്ടില്ല എന്നും കവി ഇവിടെ പറയുന്നു. ഓരോരോ ദിവസവും അത്യനർഘമായിടും ചാരുതയൊന്നി ലോകഗോളത്തെ പുതുക്കുന്നു. അല്ലെങ്കിൽ പ്രാപഞ്ചിക ജീവിതത്തിനെ നമ്മളെല്ലാവരും ഇതിൻ മുൻപേ വെറുത്തു കഴിഞ്ഞേനെ. ഓരോരോ ദിവസവും പ്രകൃതിയിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ? ഈ പ്രകൃതിയിലെ മാറ്റങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ജീവിതത്തിനെ ഇതിൻ മുൻപ് തന്നെ വെറുത്തു കഴിഞ്ഞേനെ എന്ന് കവി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ജീവിക്കാനുള്ള പ്രചോദനം നൽകുന്നത് തന്നെ നമുക്ക് പ്രകൃതിയിലെ ഭംഗിയും പ്രകൃതിയിലെ ഭാവമാറ്റങ്ങളും ഒക്കെ തന്നെയാണ്.
പൂർവദിക്മുഖത്തിങ്കൽ സിന്ദൂരപൂരം പൂശി പൂവിനെ ചിരിപ്പിച്ചു വന്നെത്തും പുലരിയും മുല്ലമൊട്ടുകൾ വാരി വാനിങ്കൽ വിതറിക്കൊണ്ട് ഉല്ലാസഭരിതയായണയും സന്ധ്യാശ്രീയും വാനിലുല്ലസിച്ചിടും വാർമുതിയൊഴുക്കുന്ന പൂനിലാവിൽ കുളിച്ചെത്തിടും രജനിയും. ഈ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ എന്താണ് പറയുന്നത്? സിന്ദൂരപൂരം പൂശി കടന്നെത്തുന്ന പുലരിയും അതോടൊപ്പം തന്നെ പൂവിനെ ചിരിപ്പിച്ചുകൊണ്ടാണ് പുലരി എത്തുന്നത്. അതിനുശേഷം എന്താണ് പറയുന്നത്? മുല്ലമൊട്ടുകൾ വാരി വാനിങ്കൽ വിതറിക്കൊണ്ട്, അതായത് മുല്ലമൊട്ടുകൾ എന്ന് ഇവിടെ കവി സൂചിപ്പിക്കുന്നത് നക്ഷത്രക്കൂട്ടങ്ങളെയാണ് അല്ലേ? നക്ഷത്രക്കൂട്ടങ്ങൾ രാത്രിയിൽ ആകാശത്തിൽ എങ്ങനെയാണ് കാണുന്നത്? മുല്ലമൊട്ടുകൾ വാരിയിടുന്നത് പോലെയാണ് അല്ലേ? അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് എന്താണ് പറയുന്നത്? വാനില് ഉല്ലസിച്ചിടും വാർമതി ഒഴുക്കുന്ന പൂനിലാവിങ്കൽ കുളിച്ചെത്തിടും രജനിയും. രാത്രിയിൽ എങ്ങനെയാണ് ആകാശം കാണുന്നത്? പൂനിലാവിൽ കുളിച്ചെത്തുന്ന രജനിയും, അതായത് രാത്രി. എന്തിനീ പ്രകൃതിയിൽ സൗന്ദര്യമായുള്ളതെന്തും ജീവിതത്തെ മധുരിപ്പിച്ചിടുന്നു. കുളിർത്ത മണിത്തെന്നൽ സൗരഭോന്മാദം പൂണ്ടു തളിർത്ത തരുക്കളെ തഴുകി തളരവേ അന്തരംഗാന്തരത്തില് അമ്പരാന്തത്തെയേന്തി തൻ തിരകളാൽ താളം പിടിച്ചു പാടിപ്പാടി പാറക്കെട്ടുകൾ തോറും പളുങ്കുമണി ചിന്നി ആരണ്യ പൂഞ്ചോലകൾ ആമന്തമൊഴുകവേ മരന്തം തുളുമ്പുന്ന മലരിൻ ചുറ്റും കൂടി മുരളും തേനീച്ചകൾ പറന്നു കളിക്കവേ വല്ലികാ നടികൾ നൽ പല്ലവാകുലമായ ചില്ല കയ്യുകളാട്ടി നർത്തനം ചെയ്തിടവേ അറിയാതെ അവരോടുകൂടി നമ്മളും ഏതോ പരമാനന്ദ പ്രവാഹത്തിങ്കൽ മുഴുകുന്നു. ഈ വിധം മനോഹര വസ്തുക്കളെല്ലാം നമ്മെ ജീവിക്കൂ ജീവിക്കൂ എന്ന് ഉദ്ബോധിപ്പിച്ചു നിത്യം. എന്താണ് പറയുന്നത്? പ്രകൃതിയിൽ സൗന്ദര്യം ഉള്ളതെന്ത് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. അതോടൊപ്പം ജീവിതത്തെ മധുരമുള്ളതാക്കി തീർക്കുന്നതാണല്ലേ? അതുപോലെ പറയുകയാണ്, കുളിർത്ത മണിത്തെന്നൽ തണുത്ത ഇളം കാറ്റ് നമ്മളെ തഴുകി പോകുമ്പോഴും വൃക്ഷങ്ങളെയും തഴുകി പോകുമ്പോഴും പാറക്കെട്ടുകൾ തോറും ചിന്നിപ്പോകുന്ന വെള്ളത്തുള്ളികളും പറന്നു കളിക്കുന്ന തേനീച്ചകളും ചില്ലക്കൈകൾ കൊണ്ട് നൃത്തം ചെയ്യുന്ന ചെടികളും, ഇത്തരം സൗന്ദര്യങ്ങളെല്ലാം തന്നെ നമ്മളെ ജീവിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. അപ്പം എല്ലാവർക്കും കവിത മനസ്സിലായല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ ഇനി എന്താണ് ചെയ്യേണ്ടത്? കവിത വായിക്കണം. കവിത വായിച്ചതിന് ശേഷം അതിനൊരു താളം കണ്ടുപിടിക്കണം. എല്ലാവരും നന്നായിട്ട് വായിച്ചോ? എല്ലാവരും താളം കണ്ടുപിടിച്ചല്ലേ? ഇനി നമുക്ക് ആ കവിതയൊന്ന് കേട്ടു നോക്കാം. ദൂരപൂരം പൂശി പൂവിനെ ചിരിപ്പിച്ചു വന്നെത്തും പുലരിയും മുല്ലമൊട്ടുകൾ വാരി വാനിങ്കൽ വിതറിക്കൊണ്ട് ഉല്ലാസഭരിതയായണയും സന്ധ്യാശ്രീയും വാനിലുല്ലസിച്ചിടും വാർമതിയൊഴുക്കുന്ന പൂനിലാവിങ്കൽ കുളിച്ചെത്തിടും രജനിയും. എന്തിനി പ്രകൃതിയിൽ സൗന്ദര്യമയമായുള്ളെന്തും ജീവിതത്തെ മധുരിപ്പിച്ചിടുന്നു. കുളിർത്ത മണിത്തെന്നൽ സൗരഭോന്മാദം പൂണ്ടു തളിർത്ത തരുക്കളെ തഴുകി തളരവേ ഭ്രാന്തത്തെയേന്തി തൻ തിരകളാൽ താളം പിടിച്ചു പാടിപ്പാടി പാറക്കെട്ടുകൾ തോറും പളുങ്കുമണി ചിന്നി ആരണ്യ പൂഞ്ചോലകളാമന്തമൊഴുകവേ മരന്തം തുളുമ്പുന്ന മലരിൻ ചുറ്റും കൂടി മുരളും തേനീ
ഈച്ചകൾ പറന്നു കളിക്കവേ വല്ലികാനടികൾ നൽപല്ലവാകുലമായ ചില്ലക്കൈയുകളാട്ടി നർത്തനം ചെയ്തിടവേ അറിയാതവരോടുകൂടി നമ്മളും ഏതോ പരമാനന്ദ പ്രവാഹത്തിങ്കൽ മുഴുകുന്നു അറിയാതവരോടുകൂടി നമ്മളും ഏതോ പരമാനന്ദ പ്രവാഹത്തിങ്കൽ മുഴുകുന്നു ഈ വിധം മനോഹര വസ്തുക്കളെല്ലാം നമ്മെ ജീവിക്കുമെന്നുദ്ബോധിപ്പിപ്പൂ നിത്യം. എല്ലാവരും കവിത താളത്തിൽ പാടുന്നത് കേട്ടല്ലേ? ഇനി എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരും ആവർത്തിച്ച് ഒന്നുകൂടെ കവിത വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് അറിയാൻ മേലാത്ത പദങ്ങളും കണ്ടുപിടിച്ച് നോട്ട്ബുക്കിൽ എഴുതണം. എല്ലാവരും എഴുതിയോ? ഇനി നമുക്ക് അവയിലെ പുതിയ പദങ്ങളും അവയുടെ അർത്ഥവും എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിനി കവിതയിലെ പദങ്ങളും അവയുടെ അർത്ഥവും എന്തൊക്കെയാണെന്ന് നോക്കാം. അമ്പരം എന്താണ് അർത്ഥം? ആകാശം. അനർഘം, അനർഘം എന്ന് പറഞ്ഞാല് വിലമതിക്കാനാവാത്ത. അടുത്തത് എന്താണ്? വല്ലിക, വല്ലിക വള്ളി. പല്ലവം തളിര്. ആരണ്യം കാട്. പാർമതി പൂർണ്ണചന്ദ്രൻ. രജനി രാത്രി. തെന്നൽ ഇളം കാറ്റ്. സൗരഭം സുഗന്ധം. എല്ലാവരും എഴുതിയെടുത്തോ? എല്ലാവരും നോട്ട്ബുക്കിൽ ഒന്ന് വേഗം എഴുതിയെടുത്തേ. എഴുതിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പാഠത്തിൽ നിന്നും കണ്ടെത്താവുന്ന പുതിയ പദങ്ങളും അവയുടെ അർത്ഥങ്ങളും കണ്ടുപിടിച്ചുകൊണ്ട് വരണം. അത് നോട്ട്ബുക്കിൽ എഴുതിയും കൊണ്ട് വരണം കേട്ടോ. സൗന്ദര്യലഹരി എന്ന കവിത പോലെ തന്നെ അതിനോട് സാദൃശ്യം തോന്നുന്ന ഒന്നാണ് പി കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യപൂജ എന്ന കവിതയും. ഈ കവിതയിലും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ആവിഷ്കാരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പറന്നുപോയി പഞ്ചവർണ്ണ കിളിക്കൂട്ടങ്ങൾ പോലവേ കുന്നിൻ ചെരുവിൽ ഓണപ്പൂ കുമ്പിളെന്തിയ സന്ധ്യകൾ എന്നാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. ഈ വരികളിൽ അദ്ദേഹം സന്ധ്യാസമയത്തെ ആവിഷ്കരിക്കുന്നത് ഇപ്രകാരമാണ്: കൂടണയാനായി പഞ്ചവർണ്ണ കിളിക്കൂട്ടങ്ങൾ പറന്നു പോകുന്നതുപോലെ പല നിറങ്ങളോടു കൂടിയ മേഘങ്ങൾ കുന്നിൻ മുകളിൽ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നു. സന്ധ്യയാകുന്നതിന് മുൻപ് പൂക്കുട നിറയെ പൂക്കളുമായി കുന്നിൻ ചെരുവിലൂടെ തിരക്കിട്ടു ഓടിപ്പോകുന്ന കുട്ടിയായി പല നിറമാർന്ന മേഘങ്ങളെ കവി കൽപ്പിക്കുന്നു. എന്നാൽ സൗന്ദര്യലഹരിയിലാകട്ടെ സന്ധ്യാസമയത്തെ ആകാശത്തെ മുല്ലമൊട്ടുകൾ വാരി വിതറിയിട്ട ആകാശമായിട്ടാണ് കവി വർണ്ണിക്കുന്നത്. ഇവിടെ മുല്ലമൊട്ടുകൾ എന്ന് സൂചിപ്പിക്കുന്നത് നക്ഷത്രങ്ങളെയാണ്. ഇത്തരത്തിൽ രണ്ട് വ്യത്യസ്ത സന്ധ്യാസമയത്തിൻ്റെ ദൃശ്യങ്ങളാണ് സൗന്ദര്യപൂജ എന്ന കവിതയിലും സൗന്ദര്യലഹരി എന്ന കവിതയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആയതിനാൽ തന്നെ രണ്ട് കവിതകളും പ്രകൃതി സൗന്ദര്യത്തെ ആവിഷ്കരിക്കുന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രകൃതി സൗന്ദര്യം ആവിഷ്കരിക്കുന്ന ഒട്ടേറെ കവിതകൾ നമുക്ക് ചുറ്റുമുണ്ട്.
കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അയ്യപ്പ പണിക്കരുടെ കാടിനു കാടിൻ്റെ ഭംഗി, ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ഹൃദയസ്മിതം, കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ കടമ്മനിട്ട, ഡി വിനയചന്ദ്രൻ്റെ കൂന്തച്ചേച്ചി, കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ അമ്മ മലയാളം, വി മധുസൂദനൻ നായരുടെ ഗംഗ എന്നിവയിലെല്ലാം ഇത്തരത്തിൽ പ്രകൃതി സൗന്ദര്യമാണ് ആവിഷ്കരിക്കുന്നത്. പ്രകൃതി സൗന്ദര്യത്തോടും പ്രകൃതിയിലെ വിവിധ വസ്തുക്കളോടും പ്രകൃതിയിലെ വിവിധ ഭാവമാറ്റങ്ങളോടുമൊപ്പം കവി ഇവിടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോകം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലേ. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലെ പ്രകൃതിയാണ് നമുക്കെപ്പോഴും ജീവിക്കാനുള്ള പ്രചോദനം നൽകുന്നത്. അതോടൊപ്പം തന്നെ എന്നാലോ മാറാത്ത പ്രകൃതിയിലെ ദൃശ്യങ്ങൾ നമുക്ക് എപ്പോഴെങ്കിലും വിരസത ഉളവാക്കാം. അത് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കത്തില്ല. അപ്പോൾ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുകയും പ്രകൃതിയിലെ വിവിധ ഭാവമാറ്റങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം മുന്നോട്ട് പോവുകയും ജീവിതം അർത്ഥപൂർണമായി തീരുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രകൃതിയിലെ വസ്തുക്കളെ നശിപ്പിക്കരുതെന്നും മരങ്ങൾ വെച്ച് പിടിപ്പിക്കണമെന്നും അങ്ങനെ പ്രകൃതി സൗന്ദര്യം സംരക്ഷിക്കണമെന്നും ഒക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും പ്രകൃതിയെയും പ്രകൃതിയിലെ വസ്തുക്കളെയും സംരക്ഷിക്കുകയും അതോടൊപ്പം പ്രകൃതിയെ ആസ്വദിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അടുത്ത ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ നമ്മുടെ പാഠഭാഗത്ത്, അതായത് സൗന്ദര്യ ലഹരി എന്ന കവിതയിൽ ഒട്ടേറെ സവിശേഷ പ്രയോഗങ്ങളുണ്ടല്ലേ. അതായത് എന്തൊക്കെയാണ്? പശ്ചിമാംബരം, പച്ചില ചാർത്ത്, അങ്ങനെ ഒട്ടേറെ പദങ്ങളുണ്ടല്ലേ. ഇവ കൂടാതെ നിങ്ങൾ അതിൽ പാഠഭാഗത്ത് തെളിയുന്ന ഇത്തരത്തിലുള്ള സവിശേഷ പ്രയോഗങ്ങൾ കണ്ടെത്തിക്കൊണ്ട് വരണം. അപ്പം എല്ലാവരും കൃത്യമായിട്ട് തന്നെ ചെയ്തുകൊണ്ട് വരണം. അപ്പം എല്ലാവർക്കും നന്ദി.